السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ഇൻഷാല്ല നമുക്കിന്ന് ബക്കറയുടെ ഒരു തുടക്കം ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമുക്കിന്ന് കാണാം ഇൻഷാല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ അൽഹംദുലില്ലാ നമ്മള് ഇതിലുള്ള ആളുകളെല്ലാരും എല്ലാ സ്റ്റുഡൻസും പിന്നെ സൂറത്തുൽ ഫാത്തിഹ കംപ്ലീറ്റ് ചെയ്ത ആളുകളായിരിക്കും അല്ലെ ഇൻഷാല്ലാ. അൽഹംദുലില്ലാ. അപ്പൊ പിന്നെ നമ്മള് ഈ ഫാത്തിഹ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെ വിലയിരുത്തിയിട്ടുണ്ടാവും. എങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടോ? നമ്മളെ മുന്നത്തെ നമസ്കാരവും ഇപ്പൊ നിസ്കരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ചിട്ട് ശരിക്കും അൽഹംദുലില്ലാ നമ്മള് ഫാത്തിഹ നന്നായിട്ട് പഠിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ നമുക്ക് നല്ല ഖുശൂ ഉണ്ടാവും. ആ നിസ്കാരത്തിൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷവും സമാധാനമായിരിക്കും. ഈ അർത്ഥറിഞ്ഞ് പഠിച്ച് നമ്മളത് നിസ്കാരത്തിലേക്ക് നമ്മൾ പിന്നെ അതിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ ശരിക്കും നമ്മൾ നിസ്കാരത്തിലുള്ള മാറ്റം നമുക്ക് ഓരോരുത്തർക്കും കാണാൻ പറ്റുന്നുണ്ട്. പരീക്ഷ ഉണ്ടാവും അല്ലെ? ശരിക്കും പറഞ്ഞാല് ഓരോരുത്തർക്ക് അത് അനുഭവം ഇല്ലേ? ഇനി അങ്ങനെ ഇല്ല, ഞാൻ ഫാത്തിഹ പഠിച്ചിട്ടുണ്ട്, അർത്ഥം പഠിച്ചിട്ടില്ല, സോറി അർത്ഥം പഠിച്ചു പക്ഷെ എന്റെ നിസ്കാരത്തിലേക്ക് അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെല്ലെ വീണ്ടും ഈ ഫാത്തിഹ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഫാത്തിഹനിൽ ബിസ്മിന്റെ അർത്ഥം, അഴുതുവിന്റെ ബിസ്മിന്റെ ഒക്കെ അർത്ഥം മെല്ലെ മെല്ലെ പഠിച്ച് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും നിസ്കാരത്തിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക് അതങ്ങ് വന്നോളൂ ഇൻഷാല്ല. ആരും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ടെൻഷൻ ഒന്നും വേണ്ട, അത് അങ്ങ് വന്നോളൂ ഇൻഷാല്ല. നമ്മൾ ശ്രമിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് എളുപ്പം തരും. അങ്ങനെയാണ് പ്രത്യേകിച്ച് ഖുർആന്റെ കാര്യത്തില്. പ്രത്യേകിച്ച് അള്ളാഹു എല്ലാ സഹായങ്ങളും നമ്മളൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതി. നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ ബാക്കി അള്ളാഹ് ഏറ്റെടുത്തോളൂ ഇൻഷാല്ല. അതുപോലെ നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു എളുപ്പം തരും ഈ ഒരു പഠനം. അത് തന്നെ നമുക്ക് അൽഹംദുലില്ലാ ഞാനിങ്ങനെ വിചാരിച്ചു, നമുക്ക് വീണ്ടും വീണ്ടും സൂറത്തുൽ ബഖറയിൽ കൂടിയുള്ള യാത്ര അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നൊരു അനുഗ്രഹം തന്നെയാണ് ബക്കറ. പിന്നെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും പഠിക്കേണ്ട ഒരു സൂറത്തും കൂടിയാണ്. അങ്ങോട്ട് പഠിക്കുന്നവർക്ക് ഹിഫ്ളാക്കേണ്ടവർക്ക് ഹിഫ്ളാക്കാം. ഇനി ഓതി പഠിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തെറ്റില്ലാത്ത രീതിയിൽ ബക്കറ ഓതി പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് എല്ലാവർക്കും പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ എഴുത്തും വായന അറിയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലെ? നമ്മൾ പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ നമുക്കൊരു നിയത്ത് വേണം. നമ്മള് അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് പഠിക്കുന്നതാണ് ഖുർആൻ എന്നത്. അപ്പൊ ഈ തൃപ്തി നമുക്ക് ലഭിക്കണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം അല്ലെ? ഞാനും നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോ പഠിക്കാനിരിക്കും നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് എപ്പോ ഒരു പെന്നും ബുക്കും ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നമുക്ക് ഈ ലൈവ് ക്ലാസ് ആകുമ്പോൾ എഴുതിയെടുക്കാൻ പറ്റണമെന്നില്ല. ശേഷം നമുക്ക് റെക്കോർഡിങ് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഈ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന ഓരോ പോയിന്റുകൾ നമ്മൾ എഴുതിയെടുത്ത് നോട്ട്സ് വെച്ച് കഴിഞ്ഞാല് പിന്നീട് നമ്മളത് വായിച്ചു നോക്കുമ്പോൾ ഭയങ്കര ഒരു നമുക്ക് ഒരുപാട് അറിവുകൾ അതിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇതിനൊരു നിസ്സാരമാക്കിയിട്ടില്ല. നമ്മൾ അൽഹംദുലില്ലാ നമുക്കൊരു അള്ളാഹു തന്നൊരു അവസരം ഇത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മളൊരു പിന്നെ ഒരു പഠന രീതിയിൽ കൂടി തന്നെ മുന്നോട്ട് പോകണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും നമ്മളെ മക്കളെ സ്കൂൾ അയക്കുമ്പോൾ വെറുതെ ഒരു പെന്നും നോട്ട് ബുക്കും ഒന്നും ഇല്ലാതെ നമ്മൾ കുട്ടികളെ അയക്കുക. ഇനി അഥവാ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും പിറ്റേ ദിവസം അന്ന് തന്നെ കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ ടീച്ചർ എന്തായിരിക്കും പറയാ? നമ്മൾ വിളിച്ചിട്ട് ഷൗട്ട് ചെയ്യും അല്ലെ? അല്ലെങ്കിൽ ആ കുട്ടീനോട് പറയും, നീ എന്തിനാ സ്കൂൾ വന്നത് പെന്നും ബുക്കും ഒന്നും എടുക്കാണ്ട്? കാരണം എന്ന് വെച്ചാല് ആ കുട്ടിക്ക് എന്തെങ്കിലും അറിവ് കിട്ടണ്ടെങ്കിൽ തന്നെ നോട്ട്സും പെന്നും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാല് ആ കുട്ടിക്ക് കിട്ടുന്ന അറിവുകൾ എഴുതിയെടുക്കാനോ പഠിക്കാനോ പറ്റൂല. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ ഇറങ്ങിയ നമ്മൾ ഓരോരുത്തരും, ഖുർആൻ പഠിക്കാൻ ഇറങ്ങിയ ഓരോരുത്തരും എന്തുകൊണ്ട് നമ്മൾ പേനയും ബുക്കും ഇല്ലാത്ത രീതിയിൽ പഠിക്കാൻ ഇറങ്ങി നമ്മൾ നമ്മോട് തന്നെ ചോദിക്കാം. അപ്പൊ അങ്ങനെ ആവരുത് നമ്മളെ പഠനം. ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാവണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള രീതിയിൽ തെരഞ്ഞെടുക്കണം. അപ്പൊ അതിനെ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ നമ്മളെ ബ്രെയിനിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും എഴുതി പഠിക്കുമ്പോൾ. പിന്നീട് നമ്മൾ എന്തെങ്കിലും സംസാരത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ, അതായത് ബഖറയിലെ നിയമങ്ങൾ നമുക്ക് അറിയാലോ കുറെ കാര്യങ്ങൾ. ഇനിയിപ്പോ ഫാത്തിഹയിലെ തന്നെ നോക്കാം, നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എഴുതി പഠിക്കുമ്പോൾ ഉണ്ടാവുന്നു. നേരെ നമ്മൾ കേട്ട് പോകുമ്പോ അത് വെറുതെ കേട്ട് പോക്കുന്നേ ഉണ്ടാവുള്ളൂ. നമ്മളെ മൈൻഡിൽ കുറെ ദിവസം നിൽക്കൂല, അത് നമുക്ക് മറന്നുപോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ അള്ളാഹുന് ഇഷ്ടപ്പെട്ട രീതിയിൽ പഠിക്കുന്ന ആ കൂട്ടത്തിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പേനയും ബുക്കൊക്കെ എടുത്ത് നല്ല സെറ്റപ്പിൽ വന്ന് പഠിച്ചിട്ട് പോകും നമുക്ക് ഓരോരുത്തർക്ക് ഇൻഷാ അല്ലാഹ്. അള്ളാഹു സഹായിക്കട്ടെ. അപ്പം നമ്മൾ പഠിക്കുന്നതോ
ഇൽമ പഠിക്കുന്നതിൽ ഏറ്റവും വലിയ ഇൽമ അറിവിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അറിവാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ നമ്മൾ ആ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കണം ഇൻഷാ അള്ളാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ഇഷ്ടത്തോടു കൂടിയിട്ട് നമ്മൾ ഈ പഠിക്കുന്നവരെ ആയി മാറണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള എല്ലാ സെറ്റപ്പിൽ വന്നിരുന്ന് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ഇപ്പൊ പിന്നെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ നമ്മളുള്ള എല്ലാവരും അല്ലെ, നമ്മൾ എന്താണോ നമ്മൾ ഈ സദസ്സിൽ പറയുന്നത് അതിനെല്ലാം മലക്കുകൾ ആമീൻ പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഖുർആൻ പഠിക്കാനിരിക്കണം ഇൻഷാ അള്ളാ. ഞാനും നിങ്ങൾ ഓരോരുത്തരും വെറുതെ അങ്ങ് കേട്ട് തള്ളി വിടുന്ന രീതിയിലല്ലാണ്ട് ഗൗരവത്തോടു കൂടിയിട്ട് ഇതിനെ എടുക്കണം. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ ഒരു തുടക്കക്കാരല്ലേ, ഫാത്തിഹ അൽഹംദുലില്ലാ കഴിഞ്ഞു, നമ്മളിങ്ങനെ ബക്രയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോന്നേ ഉള്ളൂ. ശരിക്കും ഇനിയും എന്തുണ്ട്? ഒരു കടൽ പോലെ കിടക്കുന്നത് അല്ലെ ഖുർആൻ പഠനം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വേണം? നമ്മൾ അങ്ങനെ നമുക്ക് ഈ കടലിൽ നിന്ന് പിന്നെ മുത്തും പവിഴൊക്കെ കോരി എടുക്കണ്ടെങ്കില് നമ്മളെ പഠന രീതി എങ്ങനെയായിരിക്കണം? അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിലായിരിക്കണം. എന്നാലേ നമുക്ക് ഇഷ്ടത്തോടെ ഇന്ന് പഠിക്കുമ്പോൾ നമുക്ക് എന്തും ആ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. വെറുതെ ക്ലാസ്സിൽ നിന്ന് കയറി വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി പഠിക്കുമ്പോൾ നമുക്ക് അതിലെന്തേ കിട്ടുക? ചിലപ്പോ എന്തേ കിട്ടൂല എന്നല്ല, പക്ഷെ അതിനെ കംപ്ലീറ്റ് കിട്ടണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അർത്ഥത്തിൽ പഠിക്കുക ചെയ്യണം. അപ്പോ പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹദീസ, ഖുർആനായിട്ട് ബന്ധപ്പെട്ടുള്ള ഹദീസ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു അല്ലെ. എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങൾ ഏറ്റവും ഉത്തമര് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ വേറൊരു ഹദീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന അഫ്ളലുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നുള്ളത്. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠര് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുക, നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ ഇതിലേതെങ്കിലും ഒരാളാണ്. ഒന്നിങ്കിൽ നമ്മൾ ഖുർആൻ പഠിപ്പിക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ പഠിക്കുന്ന ആളായിരിക്കണം. എപ്പം വെറും പഠിക്കലല്ല, പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ആളാണ് നമുക്ക് പറ്റൂ. ഓരോ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോ ഫാത്തിഹ പഠിച്ചവരായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സുബ്ഹാനല്ലാഹ് ഫാത്തിഹയിൽ കൂടി ഒരു അൽഹംദുലില്ലാന്റെ അർത്ഥം തന്നെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ എത്ര അൽഹംദുലില്ലാ ഒരു ദിവസം പറയണം അല്ലെ. അപ്പൊ നമ്മൾ നമ്മളെ വീട്ടിലെ മക്കളോടായിക്കഴിഞ്ഞാലും ഇണകളായിക്കഴിഞ്ഞാലും അയൽവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ വേണ്ടാത്ത കുറെ കഥകൾ നമ്മൾ പറയുന്നതിന് പകരം അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഓരോരുത്തരും, ഞാൻ അടക്കം ഞാൻ എന്നോട് തന്നെ ആദ്യം പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അതിനൊരു വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മൾ കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കുമ്പോൾ അവിടെയാണ് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരായി മാറുക. അപ്പൊ എന്നാൽ മാത്രം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസില് പിന്നെ പുരണ്ടിക്കുക, അതായത് പിന്നെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവര് ആരാണ്? അവരേറ്റവും ശ്രേഷ്ഠര് അല്ലെ. അപ്പൊ ആ ശ്രേഷ്ഠതയിൽ പുരണ്ടിക്കല് നമ്മൾ ഈ ഒരു അർത്ഥത്തിൽ കൂടിയായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹദീസ് പറയുന്നുണ്ട്, നിശ്ചയം മനുഷ്യരുടെ ഹൃദയത്തിന്റെ മുരടിൽ അല്ലെങ്കിൽ അള്ളാഹു ഒരു മനുഷ്യന്റെ റൂട്ടിലേക്കാണ് ആകാശ അമാനത്തായിട്ട് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഗൗരവമുള്ള ഒരു ഹദീസായത്. നിങ്ങൾ ഖുർആൻ പഠിക്കുകയും എന്നിട്ട് എന്ത് വേണം? നിങ്ങൾ സുന്നത്ത് മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈ പഠനം പൂർത്തിയാകുന്നുള്ളൂ. ഖുർആൻ പഠിക്കുകയും സുന്നത്ത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് അൽഹംദുലില്ലാ ഇതിൽ നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്നത്, നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി ശരിക്കും നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ അല്ലെ, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാ നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു പ്രിവിലേജ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് ഈ ഖുർആൻ പഠിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ചൂസൺ പീപ്പിൾ ആണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂസ് ചെയ്ത ആളുകളിൽ പ്രത്യേകത ഉള്ള ആളുകളാണ് നമ്മൾ. അൽഹംദുലില്ലാ അല്ലെ. ഖുർആൻ പഠിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനിക്കേണ്ട ആളുകളാണ് നമ്മള്. അപ്പൊ ഖുർആനിന്റെ ഏതൊരു പഠനവും, ഖുർആനിന്റെ ഏത് പഠനം നമ്മൾ തജ്വീദ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിഫ്ള് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ റെസിറ്റേഷൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഓതി പഠിക്കുമല്ലോ, അതായിക്കോട്ടെ, എന്തും അത് അള്ളാഹുവിന്റെ അത് ആർക്കാ പഠിക്കാൻ പറ്റുക? അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവർക്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞാല് പഠിക്കാൻ സാധിക്കുള്ളൂ. ഇതിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു സംസാരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഖുർആൻ പഠിക്കുന്നത് അല്ലെ. എന്താണ് ഇതിൽ പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇതിനോട് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് നേടിയെടുക്കാനുള്ളത്, ഒരു ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ഖുർആനിൽ നിന്ന് കിട്ടും അല്ലെ. എന്തൊക്കെ വേണം ഖുർആനും ഹദീസിൽ കൂടി. അപ്പൊ
പിന്നെ എന്താ പറയാ, നമുക്കിപ്പോ ഒരു ഉദാഹരണം പറയാം. ആരെങ്കിലും കയ്യിൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോ എങ്ങനെയായിരിക്കും നമ്മള് അതിനെ നമ്മൾ ആ ഗിഫ്റ്റ് കിട്ടിക്കാൻ എങ്ങനെയായിരിക്കും? അത് ചെറിയ സാധനമായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ? അതിന്റെ റിസൾട്ട് എങ്ങനെയാ? അപ്പൊ നമുക്കല്ല, ഇനിയിപ്പോ സ്കൂൾ നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടി വാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം, പിന്നെ ഒരു പ്രത്യേക ഒരു നന്ദി അല്ലെ, ശുക്ർ നമ്മൾ പറയും, അൽഹംദുലില്ലാ നമ്മൾ പറയും. അത് പിന്നെ ശരിക്കും നമുക്ക് നമ്മളെ മനസ്സറിഞ്ഞ് പറയും നമുക്ക് അങ്ങനെയുള്ള ഈ ഭൗതികമായി നമുക്ക് ചിലത് കിട്ടുമ്പോ അങ്ങനെയാണ്. അപ്പം പിന്നെ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഖുർആൻ പഠിക്കുന്ന ആളുകളാകുമ്പോ അതിനേക്കാളും ഹൃദയത്തിന്റെ ഉള്ളകങ്ങളിൽ നിന്ന് വരണം നമുക്ക് എന്തെന്ന്, അൽഹംദുലില്ലാ, പഠിച്ചോനെ നീ എന്നെ തെരഞ്ഞെടുത്തല്ലോ എന്ന്. അപ്പൊ നമ്മളിത് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമുക്ക് ഖുർആൻ പഠിക്കാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് നമ്മൾ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ പറയണം അൽഹംദുലില്ലാ, അള്ളാഹു നീ എന്നെ തെരഞ്ഞെടുത്തതിൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നമ്മൾ പറയണം. എന്നിട്ടോ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയൽ മാത്രമല്ല, എന്നിട്ട് നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ പഠിച്ചവൻ എന്റെ കഴിവിന്റെ പരമാവധി ഏറ്റവും നല്ല രീതിയിൽ ഞാനിത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, നിന്റെ സഹായം എനിക്ക് വേണം എന്ന് പറയുമ്പോ അവിടെ എന്താ ശരിക്കും പറയുന്നത്? നമുക്കൊരു ശുക്രാ നമ്മൾ പറയുന്നത് നമ്മളോട്. ശരിക്കും പറഞ്ഞാല് നമ്മൾ ശുക്രുള്ള ഒരാണ്ടിക്കിൽ ഇങ്ങനെ നല്ല നല്ല പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം ഖുർആൻ പഠിക്കുന്നതിന് മുന്നേ. പഠിച്ചവൻ നീ എന്നെ സെലക്ട് ചെയ്തു, അല്ല നീ എനിക്ക് വെളുപ്പാക്കി, സാധാ ഭാഷയിൽ നമ്മൾ ദ്വാ ചെയ്യലാണ്, അതുപോലെ സാധാ രീതിയിൽ നമുക്ക് ദ്വാ ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഖുർആനായിട്ട് നല്ല കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ എന്താ പറയാ, ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിൽ പിന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു പ്രാവശ്യം കേൾക്കുമ്പോഴത്തേക്ക് പഠിക്കാൻ, റെക്കോർഡിങ് കേൾക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നുണ്ട്. ചില ആളുകൾക്ക് അത് നോട്ട്സ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കേണ്ടവരുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. എങ്ങനെയൊക്കെയാണോ നമുക്ക് പഠിക്കാൻ വേണ്ടി ഓരോ ആയത്തും നമുക്ക് എങ്ങനെയൊക്കെയാണോ പഠിക്കാൻ പറ്റുക അങ്ങനെ പഠിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ ആയത്തുകൾ പഠിക്കുമ്പോൾ വെറുതെ പഠിച്ചു പോക്കല്ല, ആ പഠിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠം ഉൾക്കൊള്ളാൻ കഴിയണം. അതായത് ഓരോ ആയത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവേണ്ട ഏരിയകളുണ്ടാവും അല്ലെ? സ്വഭാവത്തിലായിക്കോട്ടെ, നമ്മളെ പ്രവൃത്തിയിലായിക്കോട്ടെ, നമ്മളെ ദാനധർമ്മം ചെയ്യുന്നതിലായിരിക്കും. ഒരു ആയത്തുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോ അറിവ് കിട്ടുന്നുണ്ട് അല്ലെ? സൂറത്തുൽ ബഖറ ഇനിയിപ്പോ നമുക്ക് പിന്നെ ആയിഷ മെമ്മടുത്ത ക്ലാസ്സുകളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുത്തേണ്ട ഏരിയകളുള്ള. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മളെ പഠനം. വെറുതെ ഞാൻ ഖുർആൻ പഠിക്കുന്നുണ്ട് എന്നുള്ള ഇതിന് വേണ്ടിയിട്ടല്ല. നമ്മൾ പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന ആ ഓരോ ഭാഗത്തിൽ നമ്മൾക്ക് മാറ്റം വരുത്തേണ്ട ഏരിയകളുണ്ട്. അവിടെ നമ്മൾ മാറ്റം വരുത്താൻ ശ്രമിക്കുകയും പിന്നെ അത് എന്താ പറയാ, നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ പഠിച്ചത് മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്നത് നമ്മളൊരു എന്താ പറയാ, ഒരു ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടല്ല. ശരിക്കും ഖുർആന് പിന്നെ അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്, പിന്നെ നമ്മൾക്ക് ഒരു ഫ്രീ ആയിരിക്കും ഞാനിപ്പോ ഖുർആൻ കേൾക്കും, അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇന്ന ആയത്തിൽ ഭയങ്കര സമാധാനമാണ്. ശരിക്കും അങ്ങനെയല്ലല്ലോ അല്ലെ? ശരിക്കും ഖുർആൻ പഠിക്കുമ്പോ ഖുർആൻ അങ്ങനെ പഠിക്കേണ്ട ഒരു ഗ്രന്ഥമല്ല. നമ്മളെ ജീവിതത്തിന്റെ ഏതൊരു തിരക്കിലായി കഴിഞ്ഞാലും നമ്മളെ കൂടെ എന്ത് വേണം? ഖുർആൻ ഉണ്ടായിരിക്കണം. ശരിക്കും നമ്മൾക്ക് മ്യൂസിക്കും ഗെയിമെല്ലാം കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഖുർആൻ പഠിക്കുമ്പോ അല്ല. ഖുർആൻ പഠിക്കാനിരിക്കുന്ന ആളുകളെ ഹൃദയത്തിൽ വേറെ തന്നെ ഒരു സമാധാനം കിട്ടുക അല്ലെ? ശരിക്കും പറഞ്ഞാല് നമുക്ക് ഓരോരുത്തരും നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. ഇപ്പൊ പഠിക്കാൻ ഇറങ്ങിയ ആളുകളിൽ തന്നെ ഓരോരുത്തർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അനുഭവം ചെയ്യുമ്പോൾ അവർ പറയും എങ്ങനെ നമുക്ക് ഖുർആൻ പഠിക്കുന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ സ്വഭാവത്തിൽ, നമ്മളെ പറഞ്ഞ ഓരോ കാര്യത്തില് പിന്നെ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഖുർആൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മളെ ഓരോരുത്തരെയും പറയുന്ന എന്താ പറയുക ഒരു ഉത്തരവാദിത്തമാണ് ശരിക്കും പറഞ്ഞാല് ഖുർആൻ പഠിക്കുക എന്നത്. പിന്നെ അത് പഠിക്കൽ മാത്രമല്ല, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക. എന്നിട്ട് അതിനെ ഒരു സീരിയസ് ആക്കി എടുക്കുക. ഖുർആൻ പഠനം എന്ന് പറയുന്നത് വെറുതെ ഒരു സമയം പിന്നെ എന്താ പറയാ, നമുക്ക് സമയമുള്ളപ്പോഴും കേട്ട് സമയമില്ലാത്ത കേൾക്കുന്നില്ല എന്നുള്ള രീതിയല്ല. എപ്പോഴും ഇതിനു വേണ്ടി ഒരു സമയം നമ്മൾ കണ്ടെത്തിയേ മതിയാവും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ പിന്നെ ഒരുപാട് പിന്നെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെ പിന്നെ ശരിക്കും നമ്മളെ എന്താ പറയാ, നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിന്നെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിയമനിർദ്ദേശങ്ങളുടെ നമുക്ക് നമ്മളെ പിന്നെ ഖുർആനില് നമ്മുടെ ഹൃദയത്തില് പിന്നെ ശരിക്കും നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്കുണ്ട് ഇങ്ങനെ
ഇന്ന നിയമനിർദ്ദേശങ്ങൾ ഖുർആനിലുണ്ട്. പക്ഷെ ഇതൊന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. ശരിക്കും ഫാത്തിഹയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, അങ്ങനെ ഗൈരിൽ മഗ്ദൂബി അലൈഹി. അതെന്താ, അതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ നിയമനിർദ്ദേശങ്ങൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് അത് പുറത്തേക്ക് പ്രതിഫലിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഗൈരിൽ മഗ്ദൂബി അലൈഹിൽ പെടാണ്ടിരിക്കും. ഹൃദയത്തിന്റെ എല്ലാ ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്നും നമ്മൾ ഖുർആനിന്റെ ആ ഒരു അർത്ഥത്തോട് പഠിക്കുമ്പോൾ മാത്രം നമുക്ക് ഹൃദയത്തിൽ നല്ലത് വരാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും ഒരുമാതിരി ദുഷിച്ചുപോയ അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ഓരോരുത്തരും അതിനെ ആ ഒരു ഗൗരവത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമുക്കിനി സൂറത്തുൽ ബഖറന്റെ ഒരു ഇൻട്രഡക്ഷനിലേക്ക് നമുക്കൊന്ന് എത്തിയോട്ടെ. ഇതുവരെ ഞാൻ ഫാത്തിഹയും അതിന് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇനി നമ്മുടെ എന്താ പറയാ, ശരിക്കും നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒരു യാത്ര, ബഖറയിൽ കൂടിയുള്ള യാത്രയിലേക്ക് ഇങ്ങനെ കാല് എടുത്തു വെച്ച ആളുകളാണ്. അപ്പൊ ഈ പഠനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ടാവണം, നല്ല മാറ്റങ്ങൾ തുടക്കുണ്ടാവണം. നല്ല നിയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ബഖറ മുഴുവനും ശരിക്കും പറഞ്ഞാല് അർത്ഥത്തോട് മുഴുവൻ തഫ്സീർ പഠിച്ച ആളുകൾ ചിലപ്പം ഈ ഇതിലുണ്ടാവും. ചിലപ്പോ അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഇതല്ലേ ഞാൻ കേട്ടതല്ലേ എന്നുള്ളത് തോന്നലുണ്ടാവും. ശരിക്കും അതൊരു അവരൊരു റിമൈൻഡർ എടുത്താൽ മതി. പഠിക്കാൻ തുടങ്ങിയ ആളുകൾ ഇതിന് ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കണം എന്ന് എനിക്ക് ആദ്യമായിട്ട് പറയാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇത് എളുപ്പമാക്കി തരട്ടെ. ആമീൻ. സൂറത്തുൽ ബഖറ ശരിക്കും പറഞ്ഞാല് സൂറത്തുൽ ബഖറ അവതരിപ്പിക്കപ്പെടുന്നത് മദീനയിലാണ്. സൂറത്തുൽ ബഖറ അവതരിപ്പിക്കപ്പെടുന്നത്. സൂറ ഈ ഒരു സൂറ മക്കയിലോ മദീനയിലോ അല്ലെങ്കിൽ മക്കിയായ സൂറയോ അല്ലെ മദീനയായ സൂറ എന്നുള്ളത് തന്നെ അതിന്റെ അന്തസത്ത ക്ലിയറാക്കുന്ന ഒരു കാര്യമാണ്. എവിടെയാണോ ഇത് ഈ ഓരോ സൂറകൾ ഇറക്കപ്പെട്ടത് എന്നുള്ളത് അതായത് മക്കി എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് മുന്നേ ഇറങ്ങിയതാണ്. മദനി എന്ന് പറഞ്ഞതോ ഹിജ്റക്ക് ശേഷം ഇറക്കപ്പെട്ട സൂറകൾക്കാണ് മദനി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ മക്കി സൂറത്ത് എന്നാൽ ഇസ്ലാമിന്റെ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സൂറകളാണ് മക്കിയായ സൂറ. അതായത് ജസ്റ്റ് മക്കയിലേക്ക് ഇസ്ലാം വന്ന സമയം എല്ലാ അർത്ഥത്തിലും പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലായിരുന്നു അത്. ഈ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നവര് അവരുടെ ഹൃദയങ്ങളെ തൗഹീദിനോട് അത് ഒത്തുപോകാന് ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. കാരണം അവരുടെ അവർക്ക് ശരിക്കും പറഞ്ഞാല് അവര് ഹൃദയം തൗഹീദിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവര് ഹൃദയം കൊണ്ട് വന്നിട്ടില്ല. അപ്പൊ അവര് വിശ്വസിച്ചവരാണ്. പക്ഷെ അവർക്ക് എന്തിൻ്റെല്ലോ ഭയം കൊണ്ട് ശരിക്കും അവര് ആ പഠിച്ച കാര്യങ്ങൾ തൗഹീദ് കിട്ടിയ കാര്യങ്ങൾ അവർ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് പേടിയായിരുന്നു. അവരൊരു വേറെ ലെവലിലായിരുന്നു അവരുടെ ജീവിതം. അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളിൽ നേരിട്ട് അവരുടെ ഈമാനിനെ സ്ട്രോങ് ആക്കണം. എങ്ങനെ നമുക്കൊരു പ്രയാസം വരുമ്പോ നമ്മൾ ശരിക്കും ഒരു സ്ട്രോങ് ആകും അല്ലെ. എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ നമുക്ക് നമ്മൾ ശരിക്കും നമ്മൾ സ്ട്രോങ് ആക്കില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും അതോ അനക്കെന്ന് ഇങ്ങനത്തെ പ്രശ്നം വന്ന് ഞാൻ അങ്ങനെ ചെയ്തോണ്ടല്ലേ ഇങ്ങനെ ചെയ്തോണ്ട പക്ഷെ തന്നെ ഇഷ്ടമില്ല. ശരിക്കും അള്ളാഹ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ശരിക്കും നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ നമുക്ക് അത് തരുന്നത്. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. നമുക്ക് ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിയതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുക സുബ്ഹാനല്ലാഹ് ഇത്രത്തോളം ഇതിൽ നിന്ന് എന്നെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നുള്ളത്. അതുപോലെയാണ് ഈ മദനി സൂറത്തുകളും മക്കി സൂറത്തുകളും. അപ്പൊ ഈ സൂറത്തുൽ ബഖറ മദീനയിൽ അവതരിപ്പിക്കാൻ കാരണം അവർ ഈമാനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ എന്താ പറയാ അവിടെയുള്ള ആളുകള് വിശ്വാസി എന്ന് പറഞ്ഞ ആളുകൾക്ക് അവർക്ക് എന്തിനൊക്കെ ഭയമായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്ട്രോങ് ആക്കിയിട്ട് എടുക്കുകയും ഓരോ പ്രശ്നങ്ങൾ കൊടുത്തിട്ട് അപ്പൊ അതൊക്കെ ഫേസ് ചെയ്ത് അവർ നല്ലൊരു വിശ്വാസികളായിട്ട് മാറിയെന്ന് അതാണ് ഈ മദനി സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈമാനിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സൂറകൾക്കാണ് എന്ത് പറയാ ഈമാനിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സൂറകൾക്കാണ് മദനിയായ സൂറകൾ എന്ന് പറയാം. പിന്നെ ആഖിറത്തിനെ കുറിച്ചിട്ടും ഖബർ ജീവിതത്തിനെ കുറിച്ചിട്ടും എന്താണ് യൗമുൽ ഖിയാമ ഇങ്ങനെ ഓരോ കാര്യങ്ങളെ ക്ലിയർ ആക്കുന്ന സൂറത്തുകളാണ് മക്കി സൂറകളുടെ കോണ്ടസ്റ്റ്. മക്കി സൂറകളിൽ മിക്കതും ഈമാൻ ബിൽഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ എന്താണ് മദനി സൂറ എന്ന് വെച്ച് കഴിഞ്ഞാല്
മക്കി സൂറ എന്നാൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സൂറകളാണ്. അതായത് ജസ്റ്റ് മക്കയിലേക്ക് ഇസ്ലാം വന്ന സമയം, എല്ലാ അർത്ഥത്തിലും പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്ന കാലം. പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നവര് അവരുടെ ഹൃദയങ്ങളെ തൗഹീദിനോട് ഒരു ഒത്തുപോകുവാന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം. കാരണം അത് അവരെ അവർ വേറെ ലെവലിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു പ്രയാസമായിരുന്നു. പ്രശ്നങ്ങളൊക്കെ നേരിട്ട് അവരെ ഈമാന് സ്ട്രോങ് ആക്കണം. നമുക്കൊക്കെ പലപ്പോഴും ഈ എന്താ പറയാ ഈമാന് മിസ്സാകുന്നത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അല്ലെ ശരിക്കും. അപ്പോ ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു നല്ല സ്ട്രോങ് പേഴ്സൺ ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഈമാനിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സൂറകളാണ് നേരത്തെ മദനി എന്ന് പറഞ്ഞ ശരിക്കും മക്കി സൂറത്തുകളാണ് ഈമാനിനെ സ്ട്രോങ് ആക്കുന്ന സൂറകൾ. പിന്നെ ഇതിൽ തന്നെ നമ്മൾ ആഖിറത്തിനെ കുറിച്ചും യോമുൽ ഖിയാമിനെ കുറിച്ചിട്ടും നമ്മുടെ ഖബറിന്റെ ജീവിതത്തിനെ കുറിച്ചും ബർസഖി അങ്ങനെ എല്ലാത്തിനെ കുറിച്ചിട്ടും പഠിക്കുന്ന ക്ലിയർ ആക്കുന്ന സൂറത്തുകളാണ് മക്കി സൂറകൾ. നമ്മൾ ശരിക്കുള്ള കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് അതാണ് മക്കി സൂറകളിൽ പറയുന്നത്. അപ്പം ശരിക്കും എന്താ ചുരുക്കി പറഞ്ഞാൽ മക്കി സൂറത്ത് ഈമാനിനെ ബിൽഡ് ചെയ്യാനുള്ള സൂറകളാണ് ശരിക്കും പറഞ്ഞാൽ മക്കി സൂറകൾ. ഇനി മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ അവർക്ക് ദീനിന്റെ ശരിക്കും എന്താ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ തികച്ചു വ്യത്യസ്ത അല്ലെ ഇതിന്റെ കാര്യത്തില്. അവിടെ അൻസാറുകൾ എല്ലാം സഹായം ചെയ്യാന് ഒരുങ്ങി നിന്നിട്ടുണ്ട്. പ്രവാചകനെ അവർ അനുയായികളെയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുമ്പോൾ എല്ലാ അർത്ഥത്തിലും സഹായിക്കാന് അൻസാറുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ സഹായം അവർക്ക് കിട്ടുന്നു. അതൊരു ശരിക്കും ഒരു ബ്രദർഹുഡ് ആയിരുന്നു ആ മദീനയിലെ ആ ഒരു അവസ്ഥ. എന്താണ് ശരിക്കും പറഞ്ഞ ബ്രദർഹുഡ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക സാഹോദര്യം ഉറപ്പാക്കുന്ന ഒരു മണ്ണായിരുന്നു മദീനയിലെ മണ്ണ്. അവിടെ അവര് മദീനയിൽ എത്തിയോണ്ട് അവരവിടെ പള്ളികൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ എന്താ പറയാ ഈ പ്രവാചകന്മാർക്ക് സ്വഹാബികൾക്കൊക്കെ ഒരുമിച്ച് ഷൂറകളൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും എല്ലാ പ്ലാനിങ് ഒക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കി. ഇനി അവർക്ക് ഇങ്ങനെ ഏത് അർത്ഥത്തിൽ അവർക്ക് എതിരെ വരുന്ന എന്തിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും, അതായത് മദീനയിൽ എത്തിയപ്പോഴേക്ക് അവർക്ക് കിട്ടിയ മൊത്തത്തിലൊരു സമാധാന അന്തരീക്ഷമാണ് മദീനയിൽ പ്രവാചകനും സ്വഹാബിമാരും എത്തിയ സമയത്ത് ഉണ്ടായത്. അപ്പൊ അവിടെ എല്ലാ സൗകര്യങ്ങളും സന്നാഹങ്ങളും ഉണ്ടാക്കാനുള്ള ഒരു വലിയൊരു സഹായം അൻസാറുകളുടെ ഭാഗത്തുനിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇസ്ലാമിന്റെ പല നിർദ്ദേശങ്ങൾ അവർക്ക് കിട്ടിയത്. കാരണം ഈ അതായത് പള്ളി ഉണ്ടാക്കി മറ്റുള്ളവർക്ക് അവരെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായി. പിന്നെ അവിടെ എന്തായിരിക്കണം, പിന്നെ അവിടെ നിർദ്ദേശങ്ങൾ കിട്ടിയാൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലായി അല്ലെ. ഇസ്ലാമിലെ അതായത് ഫിഖിഹായ നിയമം, ശരീഅത്ത് നിയമങ്ങള് അല്ലെ. അപ്പം ഇങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും മദനി സൂറയിൽ കാണാൻ പറ്റും. അപ്പോഴേക്കും അവരുടെ ഈമാനെ സ്ട്രോങ് ആയിട്ട് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ ഉള്ളിലുള്ള ഈമാന് അതുകൊണ്ട് എന്താവും സ്ട്രോങ് ആയിട്ട് പുറത്തേക്ക് വരും. അങ്ങനെ അവരുടെ ഈ ഉള്ളിലെ ഈമാനെ പുറത്തേക്ക് എടുക്കാനുള്ള സമയമായി എന്ന് തോന്നിയ സമയത്ത് ആദ്യം അവരുടെ ഹൃദയത്തിനകത്താണ് ഈമാൻ സ്ട്രോങ് ആവേണ്ടതെന്ന് മനസ്സിലാക്കിയ ശേഷം എന്താ വന്നത്, അവര് ആ ഹൃദയത്തിൽ ഈമാനെ സ്ട്രോങ് ആക്കിയ ശേഷം ഹൃദയത്തിനുള്ളിൽ ഈമാൻ സ്ട്രോങ് ആക്കിയതിനെ പിന്നാല് നമുക്ക് പിന്നെ ആക്ഷൻ എടുക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല, ഓട്ടോമാറ്റിക്കലി ആക്ഷൻ വന്നോളൂ. അപ്പൊ അങ്ങനെയുള്ള ആക്ഷൻ എടുക്കാൻ അവർക്ക് ഒന്നും കൂടി എളുപ്പമായി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ ഇറക്കി കൊടുക്കും. ഓരോ നിയമങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും ഓരോ നിയമങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറ ബഖറയിൽ ദീനിന്റെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മള് സൂറത്തുൽ ബഖറ പഠിച്ചവർക്കറിയാം. മാത്രമല്ല ഖുർആനിന്റെ ശരിക്കും സൂറത്തുൽ ബഖറ വെച്ച് തന്നെ എവിടെയാ ഖുർആനിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയ്ക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, അത്രയും സവിശേഷതയുള്ള സൂറയായത് കൊണ്ട് തന്നെയാണ് സൂറത്തുൽ ബഖറയ്ക്ക് അങ്ങനെ ഒരു സവിശേഷത ഫസ്റ്റ് തന്നെ അവിടെ സ്ഥാനം കൊടുത്തിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. നമുക്കൊന്ന് അതിന്റെ സവിശേഷതയിലേക്ക് നോക്കാം സൂറത്തുൽ ബഖറന്റെ. അതായത് സൂറത്തുൽ ബഖറ എന്നതൊരു ശരിക്കും ഒരു ബറക്കയാണ് അല്ലെ. സൂറത്തുൽ ബഖറ എന്ന് നമുക്കറിയാം. അതായത് ശൈത്താനിൽ നിന്ന് സംരക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ സൂറത്തുൽ ബഖറ.
സിഹർ മാരണം പോലുള്ള എല്ലാവിധ ഇങ്ങനെയുള്ള എല്ലാ എന്താ പറയാ അള്ളാഹു എതിർത്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൈശാചികതയിൽ നിന്നൊക്കെ സംരക്ഷണം നേടാനുള്ള സൂറയാണ് സൂറത്തുൽ ബഖറ. നമ്മുടെ വീട്ടിന്റെ ഉള്ളില് ഇബ്ലീസിൽ നിന്ന് സംരക്ഷണം കിട്ടണമെങ്കിൽ എന്ത് വേണം? സൂറത്തുൽ ബഖറ പാരായണം. അതുപോലെ തന്നെ നമ്മള് ഓരോ കാര്യങ്ങളും, അതുപോലെ നമ്മളെ വിഷമങ്ങൾ ദൂരീകരിക്കാൻ, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും, ഒരു അസുഖം വന്നാൽ പോലും നമുക്ക് ഭയങ്കര ആശ്വാസമാണ് സൂറത്തുൽ ബഖറയുടെ പാരായണം. നമുക്ക് എത്രത്തോളം ഇതിനെ പാരായണം ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മളിത് പാരായണം ചെയ്യണം. ഈ പറഞ്ഞ ഇപ്പൊ നേരെ പറഞ്ഞ സിഹർ പോലെയുള്ള കാര്യം, ഈ സിഹർ പോലത്തെ കാര്യങ്ങള് ഈ ശൈത്താനിൽ നിന്നുണ്ടാവുന്നല്ലോ. അപ്പൊ അതൊക്കെ ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല. അതെല്ലാം നമ്മളെ കണ്ണിന്റെ മറയത്തുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ രക്ഷിതാന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെന്ന്? നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. അങ്ങനെ എന്താ പറയാ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആയിഷ മാമിന്റെ അഖീദ ക്ലാസ് പഠിച്ചവർ ഇതിലുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ സിഹറിനെ കുറിച്ചൊക്കെ അതിൽ പഠിക്കുന്നുണ്ട്. അത് പഠിക്കാത്തവരാണ് ആ ക്ലാസ്സുകൾ കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ സിഹർ അതിലൊക്കെ ശരിക്കും ആദ്യം നനക്കൊന്നും അറിയില്ല. എന്താ സിഹർ എന്നെല്ലാം കേട്ടുന്നല്ലാണ്ട് ഇത്രത്തോളം ഗൗരവമുണ്ട്, ഇതിനിങ്ങനെ പ്രതിവിധി ഉണ്ട്, അല്ല ഇത് നമ്മളെ ബാധിക്കും എന്നൊക്കെ ഉള്ളത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ബാധിക്കും, എന്ത് ബാധിക്കും, അതെങ്ങനെയാ ബാധിക്കും. ശരിക്കും അഖീദ ക്ലാസ് പഠിക്കുമ്പോൾ ശരിക്കും എന്ത് ഞെട്ടിപ്പോ, ഇങ്ങനെയെല്ലാം ഉണ്ട് സംഭവം എന്നുള്ളത്. അപ്പൊ അത്രയും പഠിക്കണം അഖീദ നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ വ്യക്തത ഉണ്ടാവും, സംശയത്തിലേക്ക് പോകേണ്ടി വരില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഈ സൂറത്തുൽ ബഖറ പഠിച്ച ആളുകൾക്ക് ഈ സിഹർ ബാധയൊന്നും ഏൽക്കില്ല എന്ന് പറയാം. പഠിച്ച ആളുകൾക്ക്, അല്ല അത് പാരായണം പഠിക്കൽ മാത്രം, പഠിച്ച് ഡെയിലി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഒന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ബാധിക്കില്ല എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എങ്ങനെ നേരിട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കൊണ്ട് ഇതിനെ നേരിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് ചാലഞ്ച് ചെയ്തിട്ടാണ് പറയുന്നത്, അതായത് നിന്റെ എന്താ പറയാ അടിമകളെ, നിന്റെ അബിദുകളെ ഞാൻ എല്ലാരെയും ഞാൻ എന്ത് ചെയ്യും? എന്റെ പിശാചിന്റെ വലയത്തിലേക്ക് ഞാൻ കൊണ്ടുവരും. അല്ലാണ്ട് ചാലഞ്ച് ചെയ്തിട്ടാണ്. അപ്പൊ അള്ളാഹ് പറയുന്നുണ്ട് അല്ലെ, എന്റെ സത്യസന്ധമായ അടിമകളെ എനിക്ക് ഒരിക്കലും പഴിച്ചു കളയാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. ഒരു ചാലഞ്ച് ആയിട്ടാണ് ഇബ്ലീസ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഭയങ്കര ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ കൈകാര്യം, പിശാചിന്റെ ഇതിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കണം. അതിനുള്ള പ്രതിവിധി നമ്മളെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ട് നമ്മളത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഖുർആൻ കൊണ്ട് നമ്മൾ ഇതിനെ പ്രതികരിക്കണം. പ്രതിവിധി എന്ന് വെച്ചാൽ ഖുർആനാണ്. ഏതൊരു പൈശാചികതയിൽ നമ്മൾ പോകുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം നമുക്ക്. അത് ഇനി അഥവാ നമ്മളെ വീടുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം ഇൻഷാ അല്ലാഹ്. ഒന്നാമത് നമ്മളിപ്പോ ഈ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലോകാവസാനത്തിന്റെ ഒരു അടയാളങ്ങൾ നമുക്ക് മുന്താസ് എടുത്തിരുന്ന ക്ലാസ്സുകളിൽ കുറെ അടയാളങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കുറച്ച് മുന്നേ എല്ലാം ശരിക്കും ഏറെക്കുറെ അടയാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. ഇപ്പൊ ലാസ്റ്റ് നമുക്കിപ്പോ ജിസ് രാജ്യങ്ങളിലും കൂടെ യുദ്ധത്തിന്റെ ഒരു രീതിയിൽ നമ്മളെല്ലാവരും ഉള്ള അല്ലെ, അവരും നമുക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ, അവിടെയൊക്കെ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ലോകാവസാനത്തിന്റെ കുറെ അടയാളങ്ങൾ നമ്മളിപ്പോ ശരിക്കും കണ്ടു തുടങ്ങിയിട്ടുണ്ട് അല്ലെ? ഒരു കാലം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ? കുറെ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പിശാചിന്റെ കുറെ വലയത്തിൽ ആളുകൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫോൺ തന്നെ ശരിക്കും നമ്മളെ ഉപയോഗത്തിന്റെ രീതി മാറുമ്പോഴത്തേക്ക് നമ്മള് വേറൊരു ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ശരിക്കും ഇപ്പൊ വൈവാഹിക ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളെ കുടുംബത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ അയൽപക്ക ബന്ധത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നാട്ടിലായിക്കോട്ടെ ഒക്കെ നമ്മൾ നോക്കുമ്പോ വിവാഹമോചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്നുമല്ല, നിസ്സാര കാര്യത്തിന് പോലും ഡൈവോഴ്സാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില കാരണങ്ങൾ ചോദിച്ച് നമുക്ക് ചിരി വന്നു. ചിലപ്പം ഫോട്ടോ എടുത്തിട്ട് ലൈക്ക് അടിച്ചിട്ടില്ല, ഇങ്ങനെ ചെറിയ ചെറിയ വളരെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യത്തിന് അതിനാണ് ഡൈവോഴ്സ് നടക്കുന്നത്. അവർക്ക് തന്നെ അറിയില്ല അവരെന്തിനാ ഡൈവോഴ്സ് ചെയ്യുന്നുള്ള ആ അവസ്ഥയാണ്. അപ്പൊ പിശാചിനോ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഇതന്നെ, ഭാര്യനും ഭർത്താവിനും തെറ്റിക്കാന്ന് പറയുന്നത് അതന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ലോകാവസാനത്തിന്റെ അടയാളത്തിൽ കൂടി തന്നെ അടയാളം ഇവിടെ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ പിശാചിന്റെ വലയത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരുള്ള. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഈ പിശാചിനെ തുരത്തി ഓടിക്കണ്ടെങ്കില് നമ്മള്
നമ്മളെ ആയുധം നമ്മൾ പുറത്തേക്ക് എടുക്കണം. എങ്ങനെ? ഈ ഖുർആനാകുന്ന സൂറത്തുൽ ബഖറയാകുന്ന സൂറത്തുൽ ബഖറ നമ്മൾ ഓരോരുത്തർ വീട്ടിൽ ഇതിനെ ഉപയോഗപ്പെടുത്തണം. ശരിക്കും നമ്മള് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളെ നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് എടുത്തിട്ട് അവർക്ക് ഖുർആാനോട് ഇഷ്ടമെല്ലാം കുറഞ്ഞു വരുന്ന അൽഹംദുലില്ലാഹ് ഇഷ്ടമുള്ള മക്കളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഈ ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന മക്കളിലേറെയും ദീനിന്റെ ആ ഒരു കുറവ് ശരിക്കും നമുക്ക് കാണാനുണ്ട്. ശരിക്കും നമുക്കൊരു ഒരു കാര്യം പറയാം. ശരിക്കും ആരാ ശരിക്കും ഇബ്ലീസിന്റെ ഇബ്ലീസിൽ നമ്മളുള്ളത്? കുഫർ ചെയ്യുന്ന ആളുകളാ? അല്ല. അവരെ കുഫർ ചെയ്യുന്ന ആളുകളെ പിശാദിന്റെ ഓൾറെഡി അവര് പിശാദിന്റെ വലയിൽ തന്നെയാണ്. അവർക്ക് നരകം ഉറപ്പുള്ള ആളുകളാ. പിന്നെ ആരാ? മുശ്രിക്കീങ്ങൾ. അവരുമല്ല, അല്ലെ? അവരും ഓൾറെഡി നരകത്തിന്റെ ആളുകൾ തന്നെയാണ്. അപ്പൊ പിന്നെ ആരാ ഈ പിശാദ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിക്കും നമ്മളെ പോലെയുള്ള ആളുകളിലാണ് പിശാദ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മള് വിശ്വസിച്ചവരാണ്, അല്ലെ? സ്വർഗം ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണ് ആര്? നമ്മള്. അതുകൊണ്ട് തന്നെ ഈ നമ്മള് സ്വർഗത്തിന് വേണ്ടി ശ്രമിക്കുക. കാരണം ഇബ്ലീസ് അല്ലാണ്ട് കരാർ വാങ്ങി വന്ന ആളാണല്ലോ. അപ്പൊ നമ്മള് ശരിക്കും അപ്പൊ ഇബ്ലീസിന് സഹിക്കുകയില്ല. നമ്മൾ ഈ ഖുർആൻ പഠനം ഇഷ്ടപ്പെടില്ല, നമ്മള് നല്ലത് ചെയ്യുന്നു, നല്ലത് പറയുന്നു, ഒരു ഇസ്തിഗ്ഫാറായിക്കോട്ടെ, സുബ്ഹാൻ എന്ത് ചെയ്യും നല്ലത് ചെയ്യുന്നു, ഇബ്ലീസിന് ഇഷ്ടമല്ല. ശരിക്കും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കാം. നമ്മളൊരു സുബ്ഹാനല്ലാഹ് ചെല്ലാൻ വേണ്ടി നമ്മൾ നിയത്താക്കിയിട്ട് ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഇരുന്നതായിരിക്കും, അല്ലെങ്കിൽ നടന്നുകൊണ്ട് ചെല്ലുന്നത്. ആ ചെല്ലിക്കൊണ്ട് ഒരു 10-15 എത്തുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധ തെറ്റിച്ചാളി, അല്ലെ? ഓരോ അനുഭവം ഉണ്ടാവില്ല ഓരോരുത്തർക്കും. ചിലപ്പോ നല്ല ഖുശൂഅോടെ ഇരിക്കും നമ്മൾ ചെല്ലുന്നുണ്ടാവുക, ചിലപ്പോ നമ്മളത് പെട്ട് കിടക്കൂ. ശരിക്കും അനുഭവത്തിൽ കൂടി പറഞ്ഞാണ്. അപ്പോ നമുക്ക് ഇതിനൊക്കെ ഉള്ള പ്രതിവിധി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ടൂൾസ് ഉപയോഗിക്കുന്നില്ല, ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് ഈ കരാർ വാങ്ങി വന്നത് കൊണ്ട് ഈ നല്ലത് ആരാണോ പ്രവർത്തിക്കുന്നത്, അതായത് നമ്മളിപ്പോ ഖുർആൻ പഠിക്കാൻ ഇറങ്ങിയ ആളുകളാണ്, നമ്മളെ ഇപ്പൊ ഇടങ്ങാറാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ ചാൻസിന് ഇബ്ലീസ് നോക്കുന്നുണ്ട്. ചിലപ്പോ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ചിലപ്പോൾ സൂറത്തുൽ ബഖറ ഓതുമ്പോൾ ഭയങ്കര ഉറക്കം വരുന്നുണ്ടാവും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇബ്ലീസിന് ഇഷ്ടമല്ല നമ്മളെ എങ്ങനെ തെറ്റിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പൈശാചികതയിൽ ഒന്നും പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഖുശൂഅോടുകൂടിയിട്ട് ഖുർആൻ പഠിക്കുന്നവരായി തീർന്നാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഈ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പിശാചിനെ ഒരിക്കലും നമ്മളെ വഴിവെപ്പിക്കാൻ പറ്റൂല. അതിനുള്ള വഴി തന്നെയാണ് എന്താ പറയാ നമ്മൾ ഈ ഖുർആൻ പഠനം. പ്രത്യേകിച്ച് നമ്മൾ സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സംഭവം തന്നെ പിശാചിനെ എന്താ പറയാ തുരത്തി ഓടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആയുധം എന്ന് വെച്ചാൽ നമ്മളെ വീടുകളിൽ ഒരു ദിവസം പോയി റമദാൻ നമ്മൾ ചിലപ്പോ ഖത്തമിൽ ഓതി തീർക്കുന്ന തിരക്കായതുകൊണ്ട് ചിലപ്പോൾ സൂറത്തുൽ ബഖറ ഡെയിലി ഓതുന്നുണ്ടാവില്ല. അതുപോലെ ആയത്തുൽ കുർസി ഓതാത്ത ദിവസം നമുക്ക് ഉണ്ടാവില്ല, അല്ലെ? കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഓതുന്നുണ്ടാവും, നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ഓതുന്നുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ സൂറത്തുൽ ബഖറ നമ്മൾ മഗ്‌രിബിന് ശേഷം അല്ലെ സുബ്ഹിക്ക് ശേഷം ഓരോ പേജും നമ്മൾ ഓതിയിട്ട് പിശാചിനെ നമ്മൾ വീട്ടിൽ നിന്ന് അകറ്റി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതെന്ത് വേണം? നമ്മൾ മാത്രം ഓടിയിട്ട് അവസാനിപ്പിക്കലല്ല, ആ ഒരു രീതി നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരികയും നമ്മളെ മക്കളിലേക്ക് അത് പകർത്തി കൊടുക്കണം. ചിലപ്പോ നമ്മൾ 3, 4, 5 പേജ് ഓതുന്നവരിക്കും നമ്മളെ മക്കളോട് നമ്മൾ പറയുന്നത് 3-5 പേജ് ബഖറ ഓതി പോയിട്ട് ഇബ്ലീസിന്റെ ശല്യം ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞാൽ അവർ ഓതുവാ? ഇല്ല, ഒരിക്കലും ഓതൂല. ഇവരോട് പറയാം, മക്കൾ നിങ്ങൾ 1/2 പേജ് നിങ്ങൾ ബഖറ സൂറത്ത് ഓതും, നല്ലതാ മക്കൾ. നിങ്ങളെ പിശാച് നമ്മൾ അടങ്ങാറാക്കി, നിങ്ങളെ പഠനത്തിനായിക്കോട്ടെ നിസ്കാരത്തിനായിക്കോട്ടെ എന്തൊരു നിങ്ങൾക്ക് ഒരു ഉന്മേഷം ഉണ്ടാവുന്നില്ല. പക്ഷെ അവരൊരു മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഉഷാറായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് മക്കളോട് പറയുമ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് അവരെ വഷളാക്കരുത്, കുറച്ച് കൊടുക്കുക. എന്നിട്ട് അവരെ അതിലേക്ക് ഇഷ്ടത്തോടെ അവരെ അതിലേക്ക് എത്തിക്കാൻ നിൽക്കണം. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം ഒരു 100 പ്രാവശ്യം അവരിപ്പോ ഒരു സുബഹി നിസ്കരിച്ചുമ്പോ അല്ലെ മഗ്‌രിബ് നിസ്കരിച്ചു അല്ലെ ഇശാ നിസ്കരിച്ചു എന്ന് പറഞ്ഞാല് പിന്നെയും നമ്മൾ ചോദിച്ചുകൊണ്ട് നിൽക്കും, നിസ്കരിച്ച കുട്ടിനോട് നിസ്കരിച്ചാ, ശരിക്കും നിസ്കരിച്ചില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ മനസ്സിനെ നമ്മള് എങ്ങനെയെങ്കിലും പിശാചിൻ കളിക്കൊണ്ട് പോകും. ശരിക്കും അധികം ഉമ്മമാരുടെ സ്വഭാവം ഞാൻ പറയുന്നേ. പണ്ടെല്ലാം ഞാൻ ചോദിക്കാം എന്റെ മോളോട്, ഇതിന് ഞാൻ എന്റെ മോളെ നിസ്കരിക്കുമ്പോ ചെറുതിലെല്ലാം ഞാൻ വെറുതെ ഒറ്റക്കണ്ടിട്ട് നോക്കൂ. നിസ്കരിക്കുന്നതിന് മുന്നേ ഞാനൊന്നും പറയില്ല, നിസ്കരിച്ചു കഴിഞ്ഞാല് നോക്കിയിട്ട് ഞാൻ പറയും നിസ്കരിച്ച് ശരിയായിട്ടില്ല, ഒന്നും കൂടി പോയി നിസ്കരിക്കുന്നു. ശരിക്കും അത് ശരിക്കും പൊട്ടത്തെറ്റാന്ന് പിന്നെ ഇപ്പൊ നമ്മൾ ഖുർആൻ പഠിക്കുമ്പോ ശരിക്കും സുബ്ഹാനല്ലാഹ് മനസ്സിലാവുന്നത്. അങ്ങനെയല്ല വേണ്ടത്. അപ്പൊ എന്റെ മോളെ ഇപ്പൊ എന്റെ അടുത്ത് പറയും, ഞാൻ എന്റെ ആങ്ങളുടെ മക്കളുടെ അടുത്ത് ഇങ്ങനെ നല്ല രീതിയിലുള്ള ഉപദേശിച്ചു, ഒന്ന് പണ്ടിങ്ങനെ അല്ലാലും ഇപ്പൊ നിങ്ങളുടെ സ്വഭാവം എല്ലാം മാറിപ്പോയെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ
നമ്മളെ മക്കളിലേക്ക് ഇപ്പൊ ഞാൻ പറയാം, ചെറിയ മക്കളുള്ളവർക്കെല്ലാം ഇതൊരു പ്രചോദനമായിക്കൂടെ. ഞാൻ പറയും കുട്ടികളിലേക്ക് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്ത് വഷളാക്കരുത്. ഒരു ചെറിയ മക്കളാകുമ്പോൾ ഒരു 2, 3, 4 ആയത്ത് ഓതിട്ട് അവസാനിപ്പിച്ചുള്ള ബക്കറ, അതൊരു ആയിക്കോട്ടെ, ഒരു 5 ആയത്ത് ദിവസം ഓതുന്നതാണ് അല്ലെ മോനെ. അവരതൊരു കടമ നിർവഹിക്കാൻ വേണ്ടിയെങ്കിൽ അവർ ഓതും. പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് അതൊരു നിർബന്ധാവസ്ഥയായിട്ട് മാറും. ഇൻഷാ അല്ലാഹ് ഉറപ്പാ അങ്ങനെ ആവട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മളെ വീടകങ്ങള് ഇബ്ലീസിൽ നിന്ന് മുക്തമാകണ്ടെങ്കിൽ സൂറത്തുൽ ബഖറ നമ്മൾ പാരായണം ചെയ്തേ മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മൾ ചുറ്റുവട്ടത്ത് കണ്ണോടിച്ച് നമുക്ക് മനസ്സിലാക്കാം, സുബ്ഹാനല്ലാഹ് മിക്ക കുട്ടികളിലും ആങ്സൈറ്റിയും ടെൻഷനും ഉറക്കക്കുറവും ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ചില ആളുകള് പറയും പിന്നെ നല്ല നല്ല എന്താ പറയാ ഡീസന്റ് ആയി ജീവിക്കുന്ന ആളുകളായിരിക്കും, അവർക്ക് എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടാവും. പക്ഷെ എന്തോരം ടെൻഷന്. അവർ പറയല ലൈഫിലൊരു സമാധാനം ഇല്ല. ശരിക്കും ഇതൊരു ഒരു ആഫ്റ്റർ എഫക്ട് ഇബ്ലീസിന്റെ ഒരു ഇതന്നെ. അത് അവരൊരു പിശാച് ഇണങ്ങാറാക്കുന്നത് തന്നെയാണ്. ശരിക്കും നമ്മള് പിന്നെ എന്താ പറയാ, ഇബ്ലീസിന്റെ ഡ്യൂട്ടി എടുക്കുകയാണ് ഇടങ്ങാറാക്കാൻ പറയുന്നത്. എന്നിട്ട് ഈ ആങ്സൈറ്റിയും ടെൻഷനും ഇതൊക്കെ നമ്മൾ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇട്ടിരുന്നു. അവിടെ പിന്നെ നമുക്ക് ഈ ഖുർആനൊന്നൊരു സ്ഥാനം ഇല്ലാണ്ടായി പോകും. കാരണം ഇബ്ലീസ് പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഉന്മേഷം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണോ? അതിന് പിന്നെ നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തിട്ട് നമ്മളെ മക്കൾക്ക് അങ്ങനെ പാരായണം ചെയ്യാൻ പറ്റാത്ത പ്രയാസമാണെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? അതിനെ പിന്നെ ഒരു ആയുധാക്കി എടുത്തിട്ട് നല്ല എന്താ പറയാ ഏറ്റവും നല്ല ഈണത്തോടുകൂടി ഖുർആൻ പിന്നെ എന്താ പറയാ ഒരു തെറ്റില്ലാത്ത രീതിയിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്ത് നമ്മളെ കയ്യിൽ ഊതി അവർക്ക് ബോഡിയിൽ തടയി കൊടുത്ത് പിന്നെ ഇങ്ങനെ പറഞ്ഞ മക്കളോട് പറയാം സൂറത്തുൽ ബഖറ ഭയങ്കര സമാധാനം കിട്ടുന്നൊക്കെ അവരോട് പറയുമ്പോൾ അവർക്കൊരു ആശ്വാസം ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം? അവരെയും ഈ പിന്നെ ഖുർആനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറെ ട്രിക്കുകൾ നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് പിന്നെ ആ കുട്ടികൾ സൈഡായി പോകുമ്പോ അതിന് കൂടി തന്നെ നമ്മൾ സൈഡായി പോകരുത്. ചില വീടുകളിൽ അങ്ങനെയാ, മക്കള് ടെൻഷനായി അവര് ആൻസൈറ്റി ഇല്ലാകുമ്പോ അതിലും വലിയ ആൻസൈറ്റി ഉമ്മാക്കും മാതാപിതാക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയല്ല, നമ്മളവിടെ നടും തൂണായി നിന്ന് കൊണ്ടിട്ട് ഇതിനൊക്കെയുള്ള പ്രതിവിധി നമ്മൾ ഖുർആനുണ്ട് മക്കളെ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യണോ? അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണം. അതായിരിക്കണം നമ്മളെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തർ ഈ ഖുർആന്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുമ്പോ എല്ലാ ഇബ്ലീസിന്റെ അറ്റാക്കുകൾ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും നല്ല നല്ല ചിന്തകൾ ഉണ്ടാക്കി ഖുർആനിൽ കൂടി നമ്മൾ നല്ല നല്ല ചിന്തകൾ ഉണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പിന്നെ ഇബ്ലീസിന്റെ ഒരു വലിയൊരു അറ്റാക്ക് നമുക്ക് വരുന്ന വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് റമദാനായോണ്ട് നമുക്ക് ഒന്നുകൂടി പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലെ, തഹജ്ജുദിന് എണീക്കുക, വളരെ ഉറക്ക് നമ്മൾ എങ്ങനെയെങ്കിലും കുറക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം തഹജ്ജുദ് ഈ റമദാൻ പറയുന്ന സോറി. അപ്പൊ ഈ റമദാനിൽ എല്ലാത്ത സമയത്തായി കഴിഞ്ഞാലും ഈ റമദാൻ കഴിയുന്നതോടുകൂടി നമ്മൾ ഈ ഒരു നമ്മളെ സിസ്റ്റം എല്ലാം മാറും അല്ലെ. അപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മള് പിന്നെ എന്താ പറയാ തഹജ്ജുദിന് എണീക്കാൻ വേണ്ടി നമ്മൾ അലാറം വെക്കും. ആ അലാറം വെച്ച് കഴിഞ്ഞാല് ഒന്നാമതായിട്ടുള്ള അലാറം വെക്കും നമ്മളങ്ങ് ഓഫാക്കും. കുറച്ച് സമയം കൂടി കിടന്നിട്ട് അടുത്ത അലാറത്തിന് നമുക്ക് എണീക്കാൻ വെച്ചിട്ട്. പക്ഷെ പിന്നെ എണീക്കാൻ പറ്റുമോ? ഇല്ല. പിശാച് നമ്മളെ അവിടെ തന്നെ അങ്ങ് ഉറക്കും. അതാണ് പിശാചിന്റെ പണി. അപ്പൊ നമ്മളെന്ത് വേണോ? നമ്മൾ ഈ ഒന്നാമത്തെ കാറ്റഗറി വേണം. എങ്ങനെ ഫസ്റ്റ് അലാറം വെക്കുമ്പോ ഫസ്റ്റ് എണീക്കുക എന്നുള്ള. ഫസ്റ്റ് നമുക്ക് ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മള് പിശാചിനോട് ഫൈറ്റ് ചെയ്യണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പോണം. ഫസ്റ്റ് അലാറം കേൾക്കുന്ന ഓഫാക്ക് എണീച്ച് ഓടിക്കുക. എന്നാൽ മാത്രം നമുക്ക് ഇതിനോട് പിന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റും പിശാചിന്. അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് ഫോൺ എടുത്ത് നോക്കാം. നമ്മളെ തന്നെ നോക്കാം. നമ്മൾ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ഇത് നല്ലതല്ലേ കാണുന്ന പറയുമ്പോഴത്തേക്ക് ചിലപ്പോ നമ്മൾ ളുഹറിന്റെ സമയം അസറിലേക്ക് എത്തിയിട്ടുണ്ടാവും, അസറിന്റെ സമയം മഗ്‌രിബിന് എടുത്തിട്ടുണ്ടാവും. ഇതാണ് ഫോൺ എന്ന് പറയുന്നത്. അതിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നല്ലതാ കാണുന്നത് അങ്ങനെയാണ് ഇബ്ലീസ് നമ്മൾ അറ്റാക്ക് ചെയ്യുക. അതും നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും നമ്മള് ഇബ്ലീസിന്റെ പിന്നെ എന്താ പറയാ ഓരോ വസ്വാസിൽ പെട്ടുപോകുന്നത് നമുക്ക് മനസ്സിലാവില്ല. അത് മെല്ലെ മെല്ലെ നമ്മളെ എന്താ പറയാ നമ്മളെ ഹൃദയത്തിലേക്ക് ഇബ്ലീസ് കടന്നു പിടിക്കുന്ന പിന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പൊ അതിനൊരു അവസരം നമ്മൾ വെച്ചുകൊടുക്കാണ്ട് പിന്നെ എന്താ പറയാ നമ്മൾ ഇബ്ലീസിന്റെ വസ്വാസിനെ എല്ലാ രീതി നമുക്ക് ഏതൊക്കെ അർത്ഥത്തിൽ അതിനെ പിന്നെ എതിർക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ തന്നെ എടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കൂടി നമുക്ക് പഠിപ്പിച്ചത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ തുരത്തി ഓടിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും നമ്മൾ വിചാരിക്കും അതോ ഇബ്ലീസ് വല്ലാത്ത സാധനമാണ്, അതിനെല്ലാം കഴിയും നമുക്കൊരു തോന്നല. ഇബ്ലീസിന് ഒരു കഴിവില്ല.
വെറും വീക്കായിട്ടുള്ള സാധനം ഇബിലീസ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് ഇബിലീസ് എന്തോ ഒരു സംഭവമാണ്. ഇബിലീസ് ഒരു സംഭവമല്ല. നൗസുബില്ല. ശരിക്കും ഇബിലീസിനെ തുരത്തി ഓടിക്കാൻ നമ്മളെ ഹൃദയം കൊണ്ട് നമ്മൾ പണിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നമ്മളൊന്ന് ആക്റ്റീവായ മതി. ചിരുന്നാല് തന്നെ പിശാച് ഓടിക്കോളും. പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരില്ല. ശരിക്കും കുഞ്ഞു മക്കളെ പോലും നമ്മൾ ഗെയിം കളിക്കാൻ ഒരു ഫോൺ കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് അവർ ഗെയിം നോക്കി വേറെ എന്തിലൊക്കെയാ നോക്കിയിട്ട് ചിലപ്പോ അവർ ഓടിയിട്ട് ഉമ്മ ഇതിൽ ഇങ്ങനെ കാണുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് കാണിച്ചു തരും അല്ലെ. അത്രത്തോളം കുട്ടികളെ അവർ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോ പോയിക്കൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കള് ഫോൺ ഉപയോഗിക്കുമ്പോൾ ആയിക്കഴിഞ്ഞാലും എല്ലാം നമ്മൾ നിയന്ത്രണം നമുക്ക് വേണം. അങ്ങനെ നമ്മള് അവരെയും പിശാചിൽ നിന്ന് ചെറു പ്രായം മുതലേ അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ മാറ്റി കൊണ്ടുവരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആയത്തിൽ കുറിച്ചോ ഒക്കെ അവരെയും കാണാപ്പാടം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അവരോട് പറയാം രാത്രി കിടക്കുന്ന മുന്നേ ആയത്തിൽ കുറിച്ച് എഴുതിയിട്ട് കയ്യിലൂതി കൂടി തടവുക എന്നൊക്കെയുള്ള നല്ല നല്ല ശീലങ്ങൾ അവരിൽ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയൊക്കെ നമുക്ക് ഈ എന്താ പറയാ തുരത്തി ഓടിക്കാൻ പറ്റൂ, അതൊക്കെ ഖുർആൻ വഴി മാത്രമാണ് പിശാചിനെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റും. അപ്പൊ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന ഒരു വീട്ടില് പിശാചിന്റെ ശല്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ഞാൻ മുന്നേ പറഞ്ഞില്ലേ, അതൊരു സ്ഥിരപ്പെടുത്തണം. ഒരു സിഹറും നമ്മളെ ബാധിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതാണ്, സൂറത്തുൽ ബഖറ ഇങ്ങനെ പ്ലേ ചെയ്ത് വെക്കുന്നതാണ്. അതിനെ കൊണ്ട് വലിയ കാര്യം എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിശാച് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നവരാകാന്ന് റസൂൽ പറഞ്ഞു. ഓരോ വീടകങ്ങള് സൂറത്തുൽ ബഖറ കൊണ്ട് നിങ്ങൾ പാരായണം ചെയ്തിട്ട് പിശാചിനെ തുരുത്തു കൊടുക്കും. പിന്നെ ഖുർആനൊന്നും അറിയാത്ത ആളുകളുണ്ടാവും, അവർക്ക് പ്ലേ ചെയ്യുന്നതിനെ കൊണ്ട് തെറ്റുണ്ടാവും വിചാരിക്കും. കാരണം അവർക്ക് ഒന്നും അറിയില്ലല്ലോ. അത് കേൾക്കുമ്പോണ്ടൊരു സമാധാനം. ഇങ്ങനൊക്കെ സൂറത്തുൽ ബഖറ ഓതിക്കഴിഞ്ഞാല് പിശാചി പോകുന്നൊക്കെയുള്ള ഒരു അറിവ് അവർക്ക് എത്തുമ്പോ, പാരായണം അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ഓതുമ്പോ അവർക്കൊരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ ചിലപ്പോ കേട്ടിട്ടെല്ലാം പഠിക്കുന്ന ആളുകളുണ്ടാവും. അവിടെ 5 പഞ്ചായത്ത് 2 ഒരു പേര് വെച്ച് അതന്നെ അവര് ഓതിക്കോട്ടെ. പിശാചിനെ തോന്നട്ടെ, ഇവര് ആരും എനിക്ക് ഖുർആൻ പഠിക്കുന്ന ആളുകളെ ആരും എനിക്ക് തുരത്തി ഓടിക്കാൻ പറ്റൂല എന്ന് പിശാചിനെ തോന്നണം. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പൊ നമ്മള് എന്താ പറയാ, വെറുതെ ഖുർആൻ പ്ലേ ചെയ്ത് വെക്കുന്നവരല്ല. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഖുർആൻ, അതായത് പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്തിട്ട് നമ്മളെ വീടകങ്ങളിൽ നിന്ന് ഇബ്ലീസിനെ തുരത്തി ഓടിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം. അപ്പം എന്താ പറയാ, നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ സൂറത്തുൽ ബഖറ ഒരു ആയുധമായിട്ട് ഇതിനെ സ്വീകരിക്കണം. നമുക്ക് ഇന്ന് എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും തന്നിട്ടുണ്ട് അല്ലെ, നമ്മളതിന് ഉപയോഗപ്പെടുത്തില്ല എന്നുള്ളൂ. ആർക്കാ ഫോണില്ലാത്ത, ആർക്കാ നെറ്റ് ഇല്ലാത്ത, ആരെ വീട്ടിലാ വൈഫൈ ഇല്ലാത്ത? ചിലപ്പോ ഇല്ലാത്തവരുണ്ടാവും, വൈഫൈ ഇല്ലാത്തവരും ഫോണില്ലാത്തവര് വളരെ കുറവായിരിക്കും. ഒന്നില്ലെങ്കിൽ ഏതൊരു മക്കളെ കൈമേലെങ്കിലും ഫോൺ ഉണ്ടാവും. അതിനെ ഉപയോഗപ്പെടുത്തേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കാൻ എല്ലാവരും മാർഗത്തിലാകുമ്പോൾ അൽഹംദുലില്ലാഹ് ഏറ്റവും ഹൈറ്. അത് മാർഗങ്ങൾ തെറ്റിപ്പോകുമ്പോഴാണ് നമ്മൾ ഇബ്ലീസിന്റെ വസ്വസിൽ പെട്ടുപോകുന്നത്. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ വീടകങ്ങളിൽ ഒരു ഖുർആൻ കൊണ്ട് പ്രകാശം ഉണ്ടാക്കിയെടുക്കണം. ശരിക്കും എന്താ പറയാ, നമ്മളിപ്പോ നമ്മളെ വീട്ടില് നമ്മൾ പറയുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങള്, പ്രയാസം, അത് ടെൻഷൻ എന്നൊക്കെ നമുക്ക് പറയുമ്പോ ഒരു ഉദാഹരണത്തിൽ നമുക്ക് നോക്കാം. നമ്മളെ വീട്ടിലിപ്പോ ഭയങ്കരം എന്താ പറയാ പാറ്റ ശല്യം, ഉറുമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക ആ ഉറുമ്പി നമ്മളെ കടിച്ചോട്ടെ, അല്ലെങ്കിൽ അവിടെ പെറ്റി പരികട്ടെ എന്ന് വിചാരിക്കുക. നമ്മളെ അടുക്കളയിൽ ഒരു പാറ്റനെ കണ്ട് നമുക്ക് അന്നത്തെ പ്രശ്നം മൊത്തം ആ പാറ്റയായിരിക്കും. വീട്ടിനുള്ളിൽ നിന്ന് ആ പാറ്റ പോകുന്നവരെ നമ്മൾ അതിനെങ്ങനെങ്കിലും നശിപ്പിച്ചാലേ നമുക്ക് സമാധാനം, വൃത്തിയാക്കി ക്ലീനാക്കി സ്പ്രേ അടിച്ച് എന്നാലേ നമുക്ക് ആശ്വാസം ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ട് നമുക്ക് നമ്മളെ വീടകങ്ങളിൽ ഇബ്ലീസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ വസ്വാസ് ഉണ്ടാക്കുന്ന പൈശാചികത ഉണ്ടാക്കുന്ന പിശാചിനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് നമ്മളെ വീടകങ്ങൾ ക്ലീനാക്കാൻ വേണ്ടി സൂറത്തുൽ ബഖറ യൂസ് ചെയ്യുന്നില്ല? നമ്മൾ ഓരോരുത്തരോട് ചോദിക്കാണ് ചോദ്യം ഇത്. അതുകൊണ്ട് തന്നെ നമ്മളെ വീടകങ്ങളിൽ എപ്പോഴും ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും പിശാചിൽ നിന്ന് ഏറ്റവും മുക്തമാകാൻ വേണ്ടി നമ്മൾ എപ്പോഴും സൂറത്തുൽ ബഖറ പാരായണം ചെയ്തേ മതിയാവും. എത്ര തിരക്കുണ്ടായി കഴിഞ്ഞാലും സൂറത്തുൽ ബഖറ ഓതാത്ത ഒരു ദിവസം പോലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് തന്നെ നമ്മൾ വെറും വീട് വൃത്തിയാക്കി ക്ലീനാക്കി സമാധാനം കണ്ടെത്തുന്നതിനേക്കാളും സമാധാനം കണ്ടെത്തുന്നത് എങ്ങനെ, അത് ക്ലീനാക്കണം എന്നല്ല, പിശാചിനെ തുരത്തി ഓടിപ്പിച്ചിട്ട് നമ്മളെ വീടകങ്ങളിൽ നമുക്കും നമ്മളെ മക്കളിൽ ഇണകളിലൊക്കെ സമാധാനം ഉണ്ടാക്കുന്നത്.
അപ്പൊ അങ്ങനെ നമ്മള് പിന്നെ പിശാചിനെ തുരുത്തി ഓടിക്കുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ശരിക്കും എന്തെന്നില്ലാത്തൊരു ആശ്വാസം നമ്മളെ വീട്ടിൽ കാണാൻ പറ്റും. ശരിക്കും സുബ്ഹാനല്ലാഹ് അത്രയും നല്ല ഒരു ആയുധം തന്നെയാണ് സൂറത്തുൽ ബഖറ. ഒരു കാര്യം, സൂറത്ത് ബഖറയിൽ ഒരു 3-4 പേജ് ഒരു ദിവസം ഓതിയാൽ മതിയാവുക, അല്ല മുഴുവനും ഓതണം? മുഴുവനും ഓതണ്ട, പറ്റുന്നത്ര ഓതിയാൽ മതി. ഓക്കെ. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും കൈമൽ ഏറ്റവും വിശുദ്ധി ഉള്ള, ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് സൂറത്തുൽ ബഖറ. ആ ബഖറ നമ്മളോട് പാരായണം ചെയ്യാൻ വേണ്ടി പറയുന്നത് നമ്മളെ എല്ലാവിധ ഷർറിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഇബ്ലീസിനെ നമ്മളെ വീടുകളിൽ നിന്ന് ഈ ബഖറ ഉപയോഗിച്ചിട്ട് ഇറക്കി ആട്ടി ഓടിക്കപ്പെടുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നത്? ശരിക്കും നമുക്ക് നമ്മളെ വീടുകളിൽ മലക്കുകളുടെ സാന്നിധ്യം നമ്മളെ വീടുകളിൽ നിറഞ്ഞൊഴുകുന്ന പറയുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് അങ്ങനെ ആവണ്ടേ നമ്മൾ ഓരോരുത്തരുടെ വീടുകളിൽ? നമ്മൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പിശാചില്ലാത്ത, എപ്പോഴും നല്ല ഉന്മേഷത്തോടു കൂടിയിട്ട് ഇബാദത്തിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും നമ്മളെ ഇണകൾ തമ്മിലുള്ള നല്ല സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ കഴിയേണ്ടെങ്കിൽ ഇബ്ലീസിനെ തുരത്തി ഓടിച്ചാലേ നമ്മളെ വീടകങ്ങളിൽ സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഈ ഖുർആൻ പഠനം നമ്മൾ ഓരോരുത്തരും ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ എല്ലാ സഹായവും നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും? നമ്മളിത് പഠിക്കാൻ ഇറങ്ങുമ്പോൾ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താ പറയാ, പിന്നെ എന്നാലും നമുക്ക് ഓരോരുത്തർക്കും പിന്നെ നമ്മളെ ഈ എന്താ പറയാ ജീവിതത്തിൽ ഈ ഇഹത്തിലും പരത്തിലുള്ള ഒരു പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടെങ്കിൽ നമ്മൾ ഓരോ വീട്ടിലും ഖുർആനിന്റെ വെളിച്ചം ഉണ്ടായാലേ മതിയാവും. നമുക്ക് മാത്രം മതിയാ ആ വെളിച്ചം? നമുക്ക് നമ്മളെ മക്കളിലേക്കും അയൽവാസികളിലൊക്കെ ആ വെളിച്ചം നമുക്ക് കിട്ടണം, അല്ലെ? നമ്മളെ വെളിച്ചം അവരിലേക്ക്, ആ പ്രകാശം അങ്ങോട്ടേക്കും കിട്ടണം. വെറും അവിടെ തന്നെ നമ്മളിൽ മാത്രം ആയി പോകാൻ പാടില്ല. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ പിന്നെ വീടകങ്ങളിൽ നിന്നും നമ്മളെ അയൽവാസികളിൽ നിന്നും നമ്മളെ ചുറ്റുപാടിൽ നിന്നൊക്കെ ഇബ്ലീസിനെ തുരത്തി ഓടിക്കുന്നതായിരിക്കണം നമ്മൾ ഓരോരുത്തർ ഖുർആൻ പഠനം. അപ്പൊ നമ്മൾ ഓരോരുത്തരായിരിക്കണം നമ്മളെ ഖുർആൻ പഠനം നമ്മൾ ഓരോരുത്തരും ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുമ്പോൾ നമ്മളെ ചുറ്റുവട്ടത്ത് അതിന്റെ പ്രകാശം പരത്താൻ കഴിയും. അതെങ്ങനെയാ പരത്താൻ പറ്റുക? അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഖുർആൻ പഠിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. അറ്റ്ലീസ്റ്റ് നമുക്ക് സൂറത്തുൽ ബഖറ ഇപ്പൊ നമ്മൾ പഠിക്കാൻ ഇറങ്ങിയ ആളുകളായതുകൊണ്ട് ഒരുപാട് മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ബഖറ. അപ്പൊ ആ സൂറത്തുൽ ബഖറ പഠിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ ഒരു ദിവസം ഹാഫ് പേജെങ്കിലും ഈ ഖുർആനായിട്ട് ബന്ധമില്ലാത്ത ആൾ നമ്മൾ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞു കൊടുക്കുന്ന നമുക്ക് നാണക്കേടൊന്നും വേണ്ട. അള്ളാഹിന്റെ ഭാഗത്ത് നമുക്ക് ഭയങ്കര പിന്നെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കും. പ്രത്യേകിച്ച് നമ്മളിപ്പോ റമദാനിലല്ല, അപ്പൊ ഏറ്റവും പ്രതിഫലാർഹമായ മാസത്തിൽ നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളിലും അത് പ്രതിഫലിക്കണം, നമ്മളിൽ നിന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. വെറും നമ്മളിൽ മാത്രമാകാൻ പാടില്ല. നമ്മളെ മക്കളിലും നമ്മളെ വേണ്ടപ്പെട്ട ഇണകളിലും എല്ലാവരിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഈ ഒരു നമ്മളെ ഖുർആൻ പഠനം അവരിലും കൂടി ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് പഠനം നമ്മളീ പഠിക്കുന്ന ഒരായത്ത് ബഖറയിലുള്ള ഒരായത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോ ആഴ്ച നമ്മൾ പഠിക്കുന്ന ആയത്ത് നമ്മൾ മെല്ലെ മെല്ലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അത് പിന്നീട് എന്നല്ല, നമ്മൾ സ്വാഭിക്കൂല പഠനം, അല്ലെ? അപ്പോ നമ്മൾ എന്താവണം? പഠിക്കുന്നത് അന്ന് തന്നെ നമ്മൾ അത് ഉൾക്കൊണ്ട് പഠിച്ചിട്ട് നമ്മളൊന്നുമില്ല, നമ്മൾ ഏട്ടത്തി അനിയത്തിമാരെല്ലാം വിളിച്ച് ഞാൻ ഇങ്ങനെ ഒരു ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഖുർആനിലെ ബഖറയിൽ ഇന്ന സൂറത്തിൽ ഇന്ന ആയത്തിൽ ഇന്നത് പറയുന്നതെന്ന് ഉൾക്കൊള്ളുന്ന രീതിയിൽ അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കും. നമ്മളിപ്പോ ഭയങ്കര പെന്നും പെൻസിലും എടുത്തിട്ട് എടുക്കുക ഒരു പെന്ന് അങ്ങനെയൊന്നല്ല, നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് ചെറിയ തോതിലെങ്കിലും എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നില്ല വെറുതെ നമ്മൾ ഈ ഖുർആൻ വീട്ടിനുള്ളിൽ നമ്മൾ പാരായണം വെറുതെ അല്ല. കാരണം പിന്നെ മലക്കുകൾക്ക് ഇങ്ങനെ ഒരു സന്തോഷമുള്ള ഒരു സന്ദർഭം, പ്രത്യേകിച്ച് ഖുർആനെ ശബ്ദം കൊണ്ട് മനോഹരമാക്കി ഓടുമ്പോൾ മലക്കുകൾ നമ്മളെ ചുറ്റുപാട് നിന്നിട്ട് പോലെന്ന് പറയുന്നത് അത്രയും ആസ്വദിച്ച് കേൾക്കുന്നവരാണ്. അപ്പോ അങ്ങനെ ആസ്വദിച്ച് കേൾക്കുമ്പോൾ ഇബ്ലീസിന്റെ ഒരു അടവും അവിടെ നടക്കൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇങ്ങനെ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാല് സൂറത്തുൽ ബഖറയെ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാല് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നം നമുക്കൊരു പ്രശ്നേ ഇല്ല. ഖുർആനിനെ അതിന്റെ ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു കൊടുത്തു കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ് അള്ളാഹുവിന്റെ എല്ലാ സഹായവും നമുക്ക് എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എത്തും ഉറപ്പായിട്ടും. പിന്നെ നമുക്ക് ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ പഠിക്കുമ്പോൾ സൂറത്തുൽ ബഖറ പഠിക്കാനോ പല ഇടങ്ങാറുകൾ നമുക്ക് ഉണ്ടാവും. ആ ഇടങ്ങാറിനെല്ലാം നമ്മൾ പൊട്ടിച്ചിട്ടായിരിക്കണം ഇതിലേക്ക് നമ്മൾ കടന്നു കാണേണ്ടത്. അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുണ്ട് അതുകൊണ്ട് എനിക്ക് ഇത് പഠിക്കാൻ കഴിഞ്ഞാൽ ഇത് പഠിച്ചിട്ട്
ഇത് പഠിക്കുന്നതിലൂടെ ആ കാര്യം കൂടി ഞാൻ ചെയ്യുന്നുള്ള ശബ്ദമായിരിക്കണം ഇതിൽ ഫഹമുൽ ഖുർആനിലുള്ള ഓരോരുത്തരുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ ആവട്ടെ നമ്മളെ പഠനം ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ വീടുകളിൽ സൂറത്തുൽ ബഖറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ഒരു കാര്യം പറയില്ല. പ്രവാചകൻ പറയുന്ന ചെറിയ 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 ഹദീസുകളിൽ പോലും വലിയ വലിയ പോയിന്റുകളുണ്ട്. അപ്പൊ സൂറത്തുൽ ബഖറനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്, സീരിയസ് ആയി പറഞ്ഞ കാര്യം, നിങ്ങളുടെ വീടുകളിൽ ബക്കറ കൊണ്ട് നിങ്ങൾ അലങ്കരിക്കുക, സൂറത്തുൽ ബക്കറ കൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക, ഞാൻ പഠിക്കുന്നുണ്ട് റബ്ബ് സൂറത്തുൽ ബക്കറ, എന്റെ വീടുകളിൽ ഞാൻ ഈ സൂറത്തുൽ ബക്കറ പഠിച്ചതുകൊണ്ട് എനിക്കതിനെ അലങ്കരിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ സ്വഭാവം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ദാനധർമ്മങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പോലും നമുക്ക് നല്ല നല്ല നിയത്തില്ലാണ്ട് നമുക്ക് പടച്ചതിനെ കൊണ്ട് ചെറു തിന്നാനൊക്കെ അലക്കാണ്ടാവാൻ കുറെ അലക്കാൻ എല്ലാം നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങുമ്പോ അത് തുടങ്ങിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്ക് ഒരു എളുപ്പം തരുന്ന എളുപ്പം അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞു കഴിക്കും അല്ലെ. ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് ആ ഭക്ഷണം ഉണ്ടാക്കി ആകലാക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്താ പറയാ, ഒരു അടിച്ചുവാറലായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സില്ല അതിനൊരു ശപിച്ച പോലെ ചെയ്യുമ്പോന്ന് എല്ലാ ജോലികളും നമുക്ക് ഭാരമായി തോന്നും അല്ലെ. നമ്മൾ അള്ളാഹുവിലെ ഭരമേൽപ്പിച്ചുകൊണ്ട് എന്തും ബിസ്മി കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യവും നമുക്ക് വളരെ സന്തോഷത്തോടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ സഹായം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും ഇന്ന് മുതൽ ആ ബക്കറ ഓതാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സ്ഥിരപ്പെടുത്തണം ഈ സൂറത്തുൽ ബക്കറ ഓതുക എന്നുള്ളത്. എന്നിട്ട് നമ്മളെ മക്കളെയും കൂടി അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ വീടങ്ങളിൽ ഭയങ്കര ഒരു സന്തോഷം സമാധാനം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യം ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു നമുക്ക് തരും. അപ്പൊ അങ്ങനെ പിന്നെ എന്താ പറയാ, ശരിക്കും നമ്മൾ കാര്യം ആലോചിച്ച് നോക്കിയാൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുമ്പോൾ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നമ്മളെ ചുറ്റുപാട്ട് നിന്നിട്ട് അത് ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയ എത്ര സന്തോഷമുള്ള നിമിഷം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ നിമിഷം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം, നിനക്ക് തൃപ്തിപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടാ ഞാനിപ്പോ ചെയ്യുന്നത്. നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബക്കറ സ്ഥിരമായിട്ട് പാരായണം ചെയ്താൽ സമാധാനമുണ്ട്, പിശാചിൽ നിന്ന് പിന്നെ ആട്ടി ഓടിക്കപ്പെടും പിശാച്, അതുപോലെ തന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിൽ നല്ല നിയത്തോടുകൂടിയിട്ട് കടമ നിർവഹിക്കാത്ത രീതിയിൽ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ നമ്മൾ സൂറത്തുൽ ബക്കറ ഓതുന്നവരായി മാറണം. അങ്ങനെയുള്ള പാരായണക്കാരുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമ്മളിപ്പോ ജീവിച്ചു പോകുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിൽ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു രക്ഷയായിട്ട് ഖുർആനെ ഹദീസ് തന്നെ നമുക്കുള്ളൂ. അതുകൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷം എന്ത് പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് കുല്ലി ഹൽ, എനിക്ക് ഇതിലെന്തൊരു കൈറുണ്ട് അത് നമ്മൾ ചിന്തിക്കണം. നമുക്ക് പ്രയാസം ഉണ്ടോ സൂറത്തുൽ ബക്കറ, നമുക്കൊരു അസുഖം വന്നിനോ സൂറത്തുൽ ബക്കറ, എന്തൊരു സാഹചര്യത്തിൽ നമ്മൾ ബക്കറ മുറുകെ പിടിച്ചോളാം. ശരിക്കും എന്റെ ജീവിതം കൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായ ഒരാളാണ് ഞാൻ. ഒരു അസുഖത്തിന്റെ പേരിൽ എനിക്ക് സുബ്ഹാനല്ലാഹ്, എനിക്ക് അള്ളാഹിനെ ഞാൻ എത്ര ശുക്ർ ചെയ്താൽ മതിയാവില്ല. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. കാരണം ആ സൂറത്തുൽ ബക്കറ അത്രയും സ്വാധീനിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ. സുബ്ഹാന, അതുകൊണ്ടാണ് ഞാൻ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ്. ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെയായിട്ട് പറയുന്നില്ല, സ്ഥിരം ഞാൻ കുറെ കാലം വരെ ഞാൻ സൂറത്തുൽ ബക്കറ കംപ്ലീറ്റ് ഓതിയിരുന്ന ഒരു കാലഘട്ടം. ഇപ്പൊ അടുത്തൊക്കെ പിന്നെ ഹൈഫിള് പഠിക്കുന്ന തിരക്കായതുകൊണ്ട് കംപ്ലീറ്റ് ഓതാൻ സമയം കിട്ടാത്തതുകൊണ്ട്, എന്നാലും അൽഹംദുലില്ലാഹ് ഒരു ദിവസം പോലും സൂറത്തുൽ ബക്കറനെ ഒഴിവാക്കാറില്ല. അതുപോലെ നമ്മൾ ഓരോരുത്തരും സൂറത്തുൽ ബക്കറനെ ഉപയോഗപ്പെടുത്തും. നമുക്ക് കാലാവസ്ഥ മാറുമ്പോൾ തന്നെ നമുക്ക് ഓരോ ക്ലൈമറ്റ് മാറുമ്പോൾ നമ്മൾ തണുപ്പാണെങ്കിൽ തണുപ്പിന്റെ ഡ്രസ്സ് ഇടുന്നു, ഇനി ചൂട് കാലാകുമ്പോൾ ഫാൻ, AC ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഖുർആൻ ഒരു ആയുധമാക്കി മാറ്റാം, അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഖുർആനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാല് അൽഹംദുലില്ലാഹ് അതുപോലത്തെ ഒരു സമാധാനം നമുക്ക് ജീവിതത്തിൽ വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇന്ന് മുതൽ, ഞാൻ വീണ്ടും പറയാന്ന്, ഫഹ്മുൽ ഖുർആനിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ കിട്ടിയ നമുക്ക് അവസരം തന്നെ അള്ളാഹ്ക്ക് 1000 ശുക്ർ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനഹു വ തആല ഈ ഒരു സംരംഭത്തിന് ഏറ്റവും ഹൈറായ രീതിയിൽ നമ്മൾ തുടങ്ങിയവരാണ്, ഏറ്റവും ഹൈറായ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ച് അവസാനിപ്പിക്കാനുള്ള നല്ല തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടിയിട്ട് ഇതിന്റെ ബാക്കിൽ
എഫേർട്ട് എടുത്ത പല ചിന്തകളും നല്ല നല്ല ചിന്തകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് മുന്താസ്ത മെയിനായിട്ട് മുന്താസ്തന്റെ ഒരു കണ്ടന്റ് നമുക്ക് പറഞ്ഞത് നമുക്ക് അങ്ങനെ തുടങ്ങിയാലോ എന്നുള്ളത്. അത് കുറെ ആളുകളുടെ പിന്നെ അഭിപ്രായങ്ങള് മാനിച്ചുകൊണ്ട്, അതായത് കുറെ ആളുകൾക്ക് ആയിഷ ടീച്ചറുടെ ക്ലാസ് ഉപയോഗിച്ച് കേൾക്കാൻ കാരണം ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ പറയും. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു അവസരം കൊടുത്തു അല്ലെ. അൽഹംദുലില്ലാഹ് ഖുർആൻ പഠിക്കണം, അതായത് മണിക്കൂറുകളെ കുറച്ച് ചുരുക്കിയിട്ട് ആ ചുരുക്കിയ രൂപത്തിൽ ഏറ്റവും നന്നായ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ ഫഹ്മുൽ ഖുർആന് നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ഇത് എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു നമ്മൾ ഈ ഒരു കൂടിയിട്ടത്തെ ഏറ്റവും സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങള് നോമ്പുകാരാണ് കേട്ടോ. അള്ളാഹുവെ നമ്മളെ നോമ്പുകള് നീ സ്വീകരിക്കണേ നാഥ. നാളെ റയ്യാൻ എന്ന കവാടത്തിൽ കൂടി പ്രവേശിക്കുന്ന നോമ്പുകാരെ നമ്മൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവെ നീ ഒരു അണുമണി തൂക്കം പോലും ബാക്കി വെക്കാതെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ നാഥ. അള്ളാഹുവെ ഞങ്ങളെ വേണ്ടപ്പെട്ടവർ ഒരുപാട് ആളുകൾ ഇന്ന് ഖബറില്ല നാഥ. നമ്മളെ മാതാപിതാക്കളുണ്ട്, നമ്മളെ സഹോദരങ്ങളുണ്ട്, നമ്മളെ ബന്ധുമിത്രാദികളുണ്ട്, അയൽവാസികളുണ്ട്. അങ്ങനെ ഓരോ ആളുകള് ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ പെട്ടെന്ന് മരിച്ച് ഖബറിലേക്ക് പോയ ഒരുപാട് ആളുകളുണ്ട്. ഏത് നിമിഷം നമ്മളെ വേണം നമുക്കറിയില്ല. അല്ലാഹു നമ്മളെ വേണം നീ ഈമാനോടുള്ള മരണം നീ ആക്കിത്തരണം. മരിച്ച് ഖബറിൽ കിടന്ന ആളുകളെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ ഈ ഒരു പഠനം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് നമ്മളെ ഈ ഖുർആൻ എന്ന വെളിച്ചം നമുക്ക് കിട്ടുന്ന ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു എന്നതാ നീ പുറത്ത് മാപ്പാക്കി തരണേ. أن تجعل القرآن ربي قلبي ونور صدري وجلاء حزني وذهاب همي. ربنا اغفر لنا ولإخواننا سبقونا بالإيمان ولا تجعل في قلوبنا إلا الذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.